ഹലോ ഗായ്സ്, 1 സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജ്യുപോർട്ട്. മക്കളെല്ലാവർക്കും എജ്യുപോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സൽസബിൻ സാർ തന്നെയാണ് വന്നിരിക്കുന്നത്. വേറൊരു കാര്യമില്ല, മിക്കവാറും കൂടുതൽ പേരും ചോദിക്കുന്നവരാണ്, സാറേ ഞാനിപ്പോൾ എന്തായാലും 10ാം ക്ലാസ് കഴിഞ്ഞു, +1 അഡ്മിഷനൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ കൊമേഴ്സ് അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ ഞാൻ ഹ്യൂമാനിറ്റീസാണ് പഠിക്കുന്നത് സാറേ. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് ശരി, എൻ്റെ മുമ്പിൽ ഒരു ടാസ്ക് ഉണ്ട്. 10ൽ എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓവർ പ്രതീക്ഷയാണ്. എനിക്ക് തന്നെ എന്നോട് ഭയങ്കര പ്രതീക്ഷ അങ്ങനെ തോന്നാറുണ്ട്. ഞാനിനിപ്പം ഫുൾ A+ ഒക്കെ വാങ്ങാൻ വയ്ക്കാറില്ലേ, ചിലർക്ക് ഇങ്ങനെ തോന്നുകയാണ് ഇനിയിപ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ, എനിക്കിപ്പോൾ ഭാഗ്യത്തിന് കിട്ടിയാണെന്നൊക്കെ കുടുംബക്കാരൊക്കെ പറയണ്ടേ. അന്നൊക്കെ എല്ലാവരും പറഞ്ഞ അസൂയോണ്ട് ഒരു പറയണമെന്നാണ്. ഇപ്പം എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്നെ കൊണ്ട് കഴിയൂല സാറേ. ഇങ്ങനെ പല മൈൻഡ് വോയിസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും അല്ലേ. ഇനി വന്നാലും ഇല്ലെങ്കിലും മിക്കവാറും പേർക്കുള്ള ഡൗട്ടാണ് A+ വാങ്ങാൻ. അതായത് നിങ്ങൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏത് സബ്ജക്റ്റ് സ്ട്രീം പഠിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇനി എക്കണോമിക്സ് എന്നല്ല പറഞ്ഞ് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ പഠിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ട് ഇതാണ്, A+ നേടാൻ ഞാനിപ്പം എത്ര നേരം പഠിക്കണത്. മിക്കവാറും പേര് ചോദിക്കുന്ന കാര്യമാണത്, എത്ര നേരം. നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട വാക്കും തന്നെ. ഈ എത്ര നേരം എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് അല്ലേ, എത്ര നേരം. കാരണം നമുക്ക് എല്ലാവർക്കും വിലയുള്ള ഒരു കാര്യമാണ് സമയം എന്ന് പറഞ്ഞത്. ഇനിയുള്ള കാലത്തും ഏറ്റവും കൂടുതൽ വില വരാൻ പോകുന്ന സാധനം, അല്ലെങ്കിൽ കൂടുതൽ വാല്യൂ ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ സമയത്തിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ 24 മണിക്കൂറിൽ നിങ്ങൾ എത്ര നേരം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടും. അപ്പോൾ +1 എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് മിക്കവാറും പേർക്കുള്ള ഈ ഡൗട്ടിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല മക്കളെ. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എന്താണ് +1 പഠിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കുക. എക്കണോമിക്സിൻ്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് നോക്കിക്കോളൂ. ഈ പറഞ്ഞ +1 നിങ്ങൾ എത്തുമ്പോൾ എക്കണോമിക്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 പുസ്തകങ്ങളാണ് പഠിക്കേണ്ടത്. NCERT ആണ് നമ്മുടെ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നത്. NCERT എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ നാഷണൽ ലെവലാണല്ലേ. നമ്മുടെ SCERT പുസ്തകങ്ങൾ 10ാം ക്ലാസ് പഠിച്ചെന്ന് നിങ്ങൾക്ക് നമ്മുടെ ദേശീയ തലത്തിൽ ഇന്ത്യ മുഴുവൻ, ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളുമായിട്ടും എല്ലാവരും പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് NCERT ടെക്സ്റ്റ് ബുക്ക്. അതേ പുസ്തകമാണ് നിങ്ങളും +1 പഠിക്കാൻ വന്നത്. അപ്പോൾ നമുക്ക് എത്ര പുസ്തകം പഠിക്കാണ്ട്? 2 ഏതൊക്കെയാണത്? ഒന്ന് ഇന്ത്യൻ എക്കോണമി നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. മറ്റൊന്ന് നമ്മൾ സ്റ്റാറ്റി എന്ന് വിളിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഈ 2 പുസ്തകങ്ങളാണുള്ളത്. മിക്കവാറും പേർക്കും ഇങ്ങനെ 2 പുസ്തകങ്ങളുടെ കാര്യം അറിയുന്നുണ്ടാവില്ല. കാരണം നിങ്ങളുടെ കയ്യിലുണ്ടാവുക മിക്കവാറും സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ തന്ന ഒരു പുസ്തകം മാത്രമായിരിക്കും എക്കണോമിക്സ് ഉണ്ടാവുക. അത് വേറെ ഒന്നുമല്ല, അതൊരു പ്രൈവറ്റ് പുസ്തകമാണെന്നുള്ള കാര്യം, ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസികൾ പ്രിൻറ്റ് ചെയ്ത പുസ്തകമാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. കാരണം NCERT പുസ്തകമല്ല അത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. NCERT പുസ്തകമാണെങ്കിൽ ഇങ്ങനെ 2 പുസ്തകങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 2 പുസ്തകങ്ങളുമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കൈവശമുള്ള പ്രൈവറ്റ് ഗൈഡിലും ഉണ്ടാവുക. അതിലില്ലാതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അബ്സല്യൂട്ട്ലി നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് NCERT കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. എന്തിനാണ് NCERT പഠിക്കാൻ പറഞ്ഞാൽ വെച്ചാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി +1 കഴിഞ്ഞ് +2 കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച കോളേജുകളിൽ പഠിക്കാൻ, ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കാൻ, കരിയർ ഡെവലപ്പ് ചെയ്യാൻ, കരിയർ സെറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചർ സെറ്റാക്കാൻ വേണ്ടി നല്ല ഓപ്ഷൻ വരുന്നതാണ് CUT എക്സാം അല്ലേ. അപ്പോൾ ഈ CUT എക്സാമിന് +1 തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന നിങ്ങൾക്ക് ഏറ്റവും നല്ല അസറ്റാകാൻ പോകുന്നത് ഈ പറഞ്ഞ NCERT ഈ 2 പുസ്തകങ്ങളാണ്. അപ്പോൾ ഈ 2 പുസ്തകങ്ങൾ മറക്കണ്ട. ഇനി ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതുകൂടി ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന നമ്മുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് 9 ചാപ്റ്ററാണ്. ആദ്യം 10 ആയിരുന്നു, പിന്നെ കോവിഡ് കാരണം ഒരു ചാപ്റ്ററൊക്കെ എന്ത് ചെയ്തു, റിലാക്സേഷൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 9 ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഈ 9 ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് 40 മാർക്കിനാണ് അവിടെ നിന്ന് ചോദ്യം വരിക. അപ്പം 40 മാർക്ക്, നമ്മുടെ പരീക്ഷ മൊത്തം നിങ്ങൾക്ക് അറിയാം 80 മാർക്കിനുണ്ടാവുക അല്ലേ. ഈ 80 മാർക്കിൽ 40 മാർക്ക് നമ്മുടെ ഇന്ത്യൻ എക്കോണമി എന്നാണ് പറയാറുള്ളത്. ചില സമയങ്ങളിൽ 40, 45 ആവും, 50 വരെ പോയിട്ടുണ്ട്. ചില സമയങ്ങളിൽ 40 35 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, ഇന്ത്യൻ എക്കോണമി പഠിച്ചാൽ നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടും. ആ ഒരു ഐഡിയ ജസ്റ്റ് ഉണ്ടാക്കി വെക്കാം. രണ്ടാമത്തെ കാര്യം, സ്റ്റാറ്റി എന്ന് പറയുന്ന നമ്മുടെ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ 8 ചാപ്റ്റർ അതിലുണ്ടായിരുന്നു. കോവിഡിന് മുൻപ് 9 ചാപ്റ്റർ ആയിരുന്നു. ഇപ്പം നിലവിൽ എത്രയേ ഉള്ളൂ, 8 ചാപ്റ്റർ പഠിക്കാനുള്ളൂ. അതിൽ നിന്നും 40 മാർക്കിന് ചോദിക്കാം. അപ്പം നോക്കിയേ, നമ്മുടെ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നിന്ന് വീണ്ടും 40 മാർക്ക് എവിടെ നിന്ന് വരുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 2 പുസ്തകങ്ങളും, സ്റ്റാറ്റിയും ഇന്ത്യൻ എക്കോണമി 2 കൂടി ചേർത്ത് പഠിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പറഞ്ഞ ഫുൾ A+ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫുൾ മാർക്കിന് ആവശ്യമായ 80ൽ 80 മാർക്ക് കിട്ടുക. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം പഠിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടുമോ? ഇല്ല. എന്താ കാരണം, 2 പുസ്തകങ്ങൾ കൂടി പഠിച്ചാൽ എന്ത് കിട്ടുള്ളൂ, A+ കിട്ടുള്ളൂ. അപ്പോൾ A+ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കുക എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സ്റ്റാറ്റിയും നിങ്ങൾ പഠിക്കേണ്ടി വരും, പ്ലസ് എന്ത് ചെയ്യേണ്ടി വരും, ഈ പറഞ്ഞ ഇന്ത്യൻ എക്കോണമി നിങ്ങൾ പഠിക്കേണ്ടി വരും. ഇത് ഞാൻ ഫാക്റ്റായിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ഒരു മോട്ടിവേഷനല്ല നിങ്ങളോട് പറഞ്ഞത്, ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങളോട് പലരും പറഞ്ഞ കാര്യം, ഒരുപാട് മോട്ടിവേഷൻസ് നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നുണ്ടാവും അല്ലേ. നിങ്ങളോട് ഇങ്ങനെ പറയും, നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരെ നിങ്ങളെ മോട്ടിവേറ്റ് ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുക, ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സംഗതി ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കാണുന്നത് തൊട്ട് ഒരു 5 മിനിറ്റൊക്കെ അതിൻ്റെ ലൈഫ് ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിങ്ങനെ നശിച്ചു പോകും അല്ലേ. മോട്ടിവേഷനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട സംഗതി എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന കാര്യത്തിലുള്ളൂ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിനാണ് ഉണ്ടാവുന്നത്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സംഗതിക്ക് ഒരു പ്രത്യേകത ഉണ്ട്.
മോട്ടിവേഷന് ഒരു എന്താ പറയുന്നത്, ഒരു തീ കത്തുന്ന പോലെ പെട്ടെന്ന് കത്തിയിട്ട് പെട്ടെന്ന് അണഞ്ഞു പോകും. പക്ഷേ ഈ വന്ന ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിളക്ക് പ്രകാശിക്കുന്ന പോലെ, ഒരു വിളക്ക് പ്രകാശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കും അല്ലേ. നമുക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ സ്റ്റാറ്റിയും ഇന്ത്യൻ എക്കോണമി പഠിക്കുക നിങ്ങൾക്ക് മോട്ടിവേഷൻ അല്ല വേണ്ടത്, കൃത്യമായ ഒരു ഡിസിപ്ലിൻ്റെ മക്കളെ പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ രണ്ടും കൂടി പഠിച്ചാൽ എന്ത് കിട്ടുള്ളൂ, A+ കിട്ടുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടേ ഡിസിപ്ലിൻ വേണം പറഞ്ഞു. അതായത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകാൻ ഒരു റുട്ടീനും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം അല്ലേ. അപ്പോൾ ആ റുട്ടീൻ എന്തൊക്കെ വേണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞാൽ, ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റോ, അതായത് നിങ്ങൾക്ക് +1 പഠിക്കാണ്ടാവുക 6 സബ്ജക്റ്റ് ആയിരിക്കും. ഇതിന് 6 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടാവും, ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലൂടെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എങ്കിലും എന്ത് ചെയ്യുക, അതിന് മിനിമം ഒരു 30 മിനിറ്റ് മാറ്റിക്കാം. മിനിമം 30 മിനിറ്റ് മാറ്റിക്കാം. സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾക്ക് രാത്രിയായിട്ട് ഒരു 3 മണിക്കൂറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സമയമുണ്ട് അല്ലേ. വൈകുന്നേരം എത്രയാണെങ്കിലും 7 മണി തൊട്ട് നിങ്ങളൊരു 10 മണിക്കൂർ ഉറങ്ങുന്ന ആളാണെങ്കിൽ കൂട്ടിയാൽ പോലും ഒരു 3 മണിക്കൂർ നിൽക്കുന്നുണ്ട്. ഇനി ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക് എടുത്താൽ 10:30 വരെ നമ്മൾ കൂട്ടിയെടുത്താൽ പോലും 10:30 ഒന്നും ആവില്ല, 11, 12 ഒക്കെ നമ്മുടെ സമയം പോകുന്നുണ്ട് അല്ലേ. നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കുറേ കാര്യങ്ങൾ കാണാനുള്ളതുകൊണ്ട്, കുറേ കാര്യങ്ങൾ കണ്ടുപോകാനുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഡെയിലി ഒരു 30 മിനിറ്റ് നിങ്ങൾ ഏത് സബ്ജക്റ്റ്, അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ചില സബ്ജക്റ്റ് ഒന്നും ചില ദിവസം സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് ഫോളോ അപ്പ് ചെയ്യണ്ട, കുഴപ്പമില്ല. പഠിപ്പിച്ച സബ്ജക്റ്റ് ഡെയിലി സ്കൂളിൽ എന്താണോ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത്, ക്ലാസ് വീഡിയോ ക്ലാസ് എന്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂളിൽ അന്ന് എന്താണോ പഠിപ്പിച്ചത് ആ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, അതൊരു 30 മിനിറ്റ്, അതായത് അരമണിക്കൂർ. നിങ്ങൾ വീട്ടിലെത്തിയ അരമണിക്കൂർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. ചില കാര്യങ്ങൾ എന്തായിരിക്കും അരമണിക്കൂർ പോലും നമുക്ക് വേണ്ടിയില്ല, കാരണം 10-15 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും, വായിച്ച് തീരും, അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ. എന്നാൽ ചില കാര്യങ്ങൾക്ക് അരമണിക്കൂറിന് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മിനിമം ആണ് ഞാൻ പറഞ്ഞത് ഒരു 30 മിനിറ്റ് അതിന് മാറ്റിക്കുക. ചില ദിവസങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പെട്ടെന്ന് പഠിച്ചിട്ട് ഒരു ദിവസം 2 മണിക്കൂർ കൊണ്ട് നിങ്ങളെല്ലാം പഠിച്ച് തീരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ഡെയിലി ഒരു 30 മിനിറ്റ് മാറ്റിക്കുക, അരമണിക്കൂർ വെച്ച്. രണ്ടാമത്തെ കാര്യം, ഈ പഠിച്ച കാര്യങ്ങൾ, സ്കൂളിൽ പഠിച്ചെന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടിലെത്തി ജസ്റ്റ് നോക്കും, അതിൻ്റെ വർക്ക് ചെയ്യാനുണ്ട് അത് ചെയ്യും. ഇനി കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്നിപ്പോൾ ടീച്ചർ ഫസ്റ്റ് പീരീഡ് ക്ലാസ്സിലേക്ക് വന്നു, എന്നിട്ട് ടീച്ചർ പറഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യമാണ്, എനിക്ക് കുറേയൊന്നും മനസ്സിലായില്ല, കുറച്ചൊക്കെ എന്തൊക്കെയൊക്കെ മനസ്സിലായി. ആ മനസ്സിലായ സമയത്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളുണ്ട്. പിന്നെ ടീച്ചർ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഇങ്ങനെയും കാണുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്ത് വെക്കും. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ള കൃത്യമായിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതിനധികം സമയമൊന്നും വേണ്ടല്ലോ, ഒരു 10 മിനിറ്റൊക്കെ മാക്സിമം മതിയാവും. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് മാക്സിമം വരുള്ളൂ. ഈ 30 മിനിറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ 10 മിനിറ്റ് കൂടി ഉൾപ്പെടുത്താം. അപ്പം 20-30 കൂടി ചേർത്തത്രേ 30 ഉള്ള 40 മാറും. അങ്ങനെ വേണ്ട, ഈ 20 മിനിറ്റിൻ്റെ കൂടെ നിങ്ങൾ ഒരു 10 കൂടി ചേർത്താൽ മതി, അപ്പം 30 ആകുമല്ലോ. അങ്ങനെയെങ്കിലും ചെയ്യാൻ നോക്കാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ആണ്. വേറെ ഒന്നുമല്ല, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാന്ന് പറയും. ഇത് ഞാൻ ചെയ്തിരുന്ന സ്ട്രാറ്റജി ആയിട്ട് മക്കളെ. ഇത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ അന്ന് എന്നെ കൊണ്ടൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഇത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ ഞാൻ മാർക്ക് കിട്ടുമായിരുന്നു. അന്ന് ഞാൻ കുറച്ച് കാലത്തേക്ക് ഇത് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളൂ പോലും എനിക്ക് നല്ലൊരു മാർക്ക് +1 കിട്ടിയിട്ടുണ്ട്. ഞാൻ ഗ്യാരണ്ടി തരാം. എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നത് 2015 നിങ്ങൾ നോക്കണേ, 2015 ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ +1 പഠിക്കുകയാണ്. അന്ന് +1 പഠിക്കുന്നത് 2015 ഞങ്ങളെ റിസൾട്ട് വന്നു. 2014-15 +1 പഠിക്കുന്ന സമയത്ത് അന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തരടാ, വേറെ ഒന്നുമല്ല, ഈ ഒരു സ്റ്റഡി പ്ലാൻ ഏകദേശ രൂപം വെച്ച് പോയിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റഡി പ്ലാൻ ഏകദേശ രൂപം എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് +1 എന്തായിരുന്നു, ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, +1 എനിക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അത് പറയാനുള്ളൊരു വീഡിയോ അല്ല ഇത് ഞാൻ കൊണ്ടുവന്നത്. എനിക്ക് +1 ഫുൾ A+ കിട്ടാൻ കാരണം ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഞാനും ഫോളോ അപ്പ് ചെയ്തിരുന്നു. ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ 100% അല്ല, അതിൻ്റെ ഒരു 70% ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചില ദിവസങ്ങൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ കുറേ ശതമാനം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഈ കൃത്യമായ 3 സ്ട്രാറ്റജി നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണേ മക്കളെ. ഒരൊറ്റ കാര്യം ഞാൻ പറയാം, എത്ര വലിയ സ്റ്റാൻഡേർഡ് ലെവൽ എക്സാം വന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് അത് നന്നായിട്ട് പഠിച്ചിട്ട് നല്ല പോലെ ഏത് ക്വസ്റ്റ്യനും ക്രാക്ക് ചെയ്തിട്ട് മാർക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ ഫുൾ A+ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതിനാകെ നിങ്ങൾ ചെയ്യേണ്ടത് വെറുതെ കുറേ മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇത്ര മണിക്കൂർ പഠിക്കുന്നു, ഇങ്ങനെ പഠിക്കുന്ന ഒരുപാട് സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊന്നും കാണണ്ട, ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഒരുപാട് മോട്ടിവേഷൻ വീഡിയോൻ്റെ പിന്നാലെ നിങ്ങൾ പോകണ്ട. നിങ്ങൾക്ക് ആകെ വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി അല്ലേ. നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 3 കാര്യം മക്കളെ, ഇത് കൃത്യമായിട്ട് ഒരാഴ്ച നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നു. ഇത് കൃത്യമായിട്ട് ഒരാഴ്ച മാത്രം നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നല്ലേ. ആ ഒരു പ്ലസ് പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഒരാഴ്ചയുള്ള 2 ആഴ്ചയ്ക്ക് വരും, 2 ആഴ്ച 1 മാസമാവും. അത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ എക്സാം കഴിഞ്ഞ്, നമ്മുടെ ഫൈനൽ എക്സാം കഴിഞ്ഞ് നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സാകുന്ന കാലഘട്ടം വരെയും
നിങ്ങളിത് ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത മക്കളെ ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക്, നിങ്ങൾ ഫുൾ A+ഉമായിട്ട് ഫുൾ A+ഉമായിട്ട് പാസ്സാവുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ എന്ന് പറഞ്ഞത്. കാരണം നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ +1ലും +2ലൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, A+ൻ്റെ എണ്ണം കുറയാറുണ്ട് അല്ലേ. അങ്ങനെ കുറഞ്ഞു വരുന്ന A+ൻ്റെ എണ്ണത്തിന് കാരണം എഫേർട്ട് എടുക്കാത്തതുകൊണ്ട് മാത്രമാണ്, വേറെ ഒന്നുമല്ല. ഓരോ കുട്ടിയും അതിനുള്ള എഫേർട്ട് എടുക്കാത്തതുകൊണ്ട് തന്നെ A+ കുറഞ്ഞു വരുന്നത്. അപ്പോൾ ആ എഫേർട്ട് നമ്മളായിട്ട് ഇനി എടുത്തു തുടങ്ങണം. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ട്, അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, എൻ്റെ മക്കളെല്ലാവരും ഈ പറഞ്ഞ പ്ലാൻ ഒന്ന് ഫോളോ അപ്പ് ചെയ്തുക. A+ നിങ്ങൾക്ക് കിട്ടിയിരിക്കും, നല്ലൊരു മാർക്കും നിങ്ങൾ സ്കോർ ചെയ്തിരിക്കും. ഓക്കെ ആണല്ലോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.